രാധ വെറുതെ പരിഭ്രമിച്ച് വിളിച്ചതാ. രാവിലെ എണീറ്റപ്പോ ഒരു നേരിയ തലച്ചുറ്റൽ. വേണു വന്നപ്പോഴേക്ക് അതങ്ങ് മാറുകയും ചെയ്തു. അടുത്ത ആഴ്ച ഏതായാലും ഡോക്ടറെ കാണണം. അപ്പൊ മതി എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ പോയിരിക്കുക ഡോക്ടറെ കാണാൻ. കെഞ്ചി പറഞ്ഞതാ ഞാൻ അവനോട്. ഇവിടെ ഒന്ന് ഞാൻ അന്വേഷിച്ചോളാന്നും പറഞ്ഞു. എന്നിട്ട് ഒരു വാശി പോലെ ഇന്നത്തേക്ക് ഒരു ദിവസം അവനോട് നിൽക്കായിരുന്നു. നന്ദൻ പറയുന്നത് എനിക്ക് മനസ്സിലാവും, പക്ഷെ അവനത് മനസ്സിലായിക്കൊള്ളണമെന്നില്ലല്ലോ. ഒന്നാമത് ചെറുപ്പം, രണ്ടാമത് കുറച്ച് അഭിമാനിയും. അച്ഛൻ അവനൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. കഴിഞ്ഞ 10-18 വർഷമായിട്ട് എന്റെ ജീവിതം എന്ന് വെച്ചാൽ അമ്മ മാത്ര. ഈ കണക്കിന് പോയാ അവളെ വല്ല മെന്റൽ ഹോസ്പിറ്റലും. ആ വീട് ഏതായാലും അവർക്കുള്ളതാ. ഞാനാണെങ്കിൽ ഒരു അസൈൻമെന്റുമായിട്ട് ഡൽഹിക്ക് പോവുക. അവർക്കൊരു ശല്യമായിട്ട് ഞാനും ഗൗരി അവിടെ ഉണ്ടാവില്ല. ആ വിഷമം വേണ്ട അവന്. നീ അവരായി, ആ വീടായി, അവരുടെ ജീവിതമായി. അവനത് ആവില്ല ചിലപ്പോ ആഗ്രഹിക്കുക. ഇവിടെ എന്റെ കൂടെ നിൽക്കാനാവും. അതും എനിക്കറിയാഞ്ഞിട്ടല്ല. ചെറുപ്പം മുതലേ അവളവിടെ വളർന്നതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പറിച്ചു മാറ്റാന്ന് വെച്ചാ അതും ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയില് ഞാൻ എന്താ ചെയ്യ? ഒരു വഴിയേ ഉള്ളൂ. ഞാൻ അവിടെ വന്ന് താമസിക്കാൻ കുറച്ചു ദിവസം. എന്നെ ഒറ്റയ്ക്കാക്കി എന്നുള്ള വിഷമം അവനുണ്ടാവില്ല. അച്ഛനോടെ പോയി? ഇപ്പൊ പോയതേ ഉള്ളൂ. പോവേ? എങ്ങോട്ട്? ഗൗരിയടുത്ത് നന്ദേട്ടനും വന്നിരുന്നു. ഓ, അപ്പോ അച്ഛനെ? അതെ, അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അനിയത്തിക്ക് വേണ്ടി ഇനി തറവാട് ഇടിച്ചു നിർത്തി കുളം തോണ്ടണമെന്നും പറയാ അയാള്. എന്തിനാ വേണോട്ടെ വെറുതെ വഴക്കിനൊക്കെ പോണത്? വേണ്ട, ഉപദേശങ്ങളൊന്നും വേണ്ട. തന്റെ ഉപദേശങ്ങൾ ധാരാളം കേട്ടിരിക്കുന്നു ഞാൻ. താൻ എന്നോട് എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. സഹിക്കണം, ക്ഷമിക്കണം എന്നൊക്കെയല്ലേ? താനാ എന്നെ നിലയിലെത്തിച്ച്. അല്ലെന്ന് പറയാൻ പറ്റുമോ എനിക്ക്? വേണ്ട, ഒന്നും പറയണ്ട. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. എവിടെ നന്ദോബൻ IAS? എന്റെ ജീവിതം തുലയ്ക്കാൻ ഒഴുകി പുറപ്പെട്ട ജീനിയസ്. സന്തോഷമായില്ലേ ഇപ്പോ? സന്തോഷമല്ല, സമാധാനം. നിങ്ങൾ ഒരുത്തന്നെ അതിനൊക്കെ കാരണം. നിങ്ങളുടെ സ്വാർത്ഥത. നീ എന്തൊക്കെയാ വേണു ഈ പറയുന്നേ? ഞാൻ പറയുന്നതിലാണ് കുറ്റം, നിങ്ങൾ പ്രവർത്തിക്കുന്നതിലല്ല. ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഐ ഹാവ് എൻ ഇമ്പോർട്ടന്റ് മീറ്റിംഗ്. നീ ഇവിടെ ഇരിക്കെ, സമാധാനമായിട്ട് സംസാരിക്കാം. ഓ, നിങ്ങൾക്ക് മാത്രം മീറ്റിംഗ്, നിങ്ങൾക്ക് മാത്രം തിരക്ക്, എല്ലാം നിങ്ങൾക്ക്. ഞങ്ങളൊക്കെ ചെറ്റകളാണല്ലോ അല്ലേ? വേണു, ലോകത്തിൽ വേറെ ആർക്ക് അനീതിമാരില്ലല്ലോ. ആദ്യം അനീതിയുടെ പേരും പറഞ്ഞ് എന്റെ ഏർത്തി അടിമയാക്കി. പിന്നെ എന്നെ, ഇപ്പൊ ഞങ്ങളുടെ അച്ഛനെ. എന്നെ ആരും നിർബന്ധിച്ചു കൊടുന്നതല്ല. കുറച്ചു ദിവസം ഇവിടെ നിൽക്കാമെന്ന് ഞാനാ പറഞ്ഞത്. പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ട്. നന്ദേട്ടാ, എന്നും മന്ദിരത്തിൽ കൊടുത്താറുള്ള ഒരു അസ്ഥിത്ര ഉണ്ട് അവിടെ. എന്റെ അമ്മയുടെ അസ്ഥിത്ര. അത് നിങ്ങൾ പലാതാക്കിയില്ലേ? വേണു, കുറച്ചു ദിവസം കൂടെ ക്ഷമിക്കണ്ടോ? ഇത് നിങ്ങളുടെ വീടാണ്. ഞാനും ഗൗരി ഇനി ഇവിടെ ഉണ്ടാവില്ല. ഓ, ഈ മണിമാളി കണ്ട് ഞാനങ്ങ് മയങ്ങിന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. അനാവശ്യമായ കോപം കൊണ്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് നിനക്ക്. ഇപ്പൊ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഭ്രാന്ത് എനിക്കല്ല, നിങ്ങൾ നിനക്ക് പെങ്ങളുണ്ടല്ലോ, അവൾക്കാ ഭ്രാന്ത്. അതും സ്വയം ഉണ്ടായതല്ല, നിങ്ങൾ ഒരുത്തൻ ഉണ്ടാക്കി വെച്ചതാ. സ്വാർത്ഥത കൊണ്ട് ഒക്കെ സ്വന്തം ചെറുകിന്റെ കീഴിൽ വെച്ച് മേനി നടിക്കണമല്ലോ നിങ്ങൾക്ക്. വേണു, നീ ആരോട് സംസാരിക്കുന്നെന്നറിയോ? അറിയാം, നിങ്ങളുടെ എന്റെ ഏർത്തിയുടെ ഭർത്താവിനോട്, വലിയ IAS കാരനോട്. അതുമല്ല, നിരൂപകൻ, കാർട്ടൂണിസ്റ്റ്, കവി, ക്രാന്തദർശി. വേണു, പേടിപ്പിക്കണ്ട. ഞാൻ എന്റെ ഭാര്യമാളെ വിളിച്ചോണ്ടവനെ വന്ന്. നിന്റെ ഇഷ്ടത്തിന് നിനക്ക് തോന്നിയ പോലെ ജീവിക്കാൻ എന്റെ അനിയത്തെ ഞാൻ വിട്ടുതരില്ല. നിങ്ങൾ വിട്ടു തരണ്ട. അല്ലാതെ തന്നെ അവളെ കൊണ്ടുവരാൻ എനിക്കറിയാം. മാന്യമായി പോറ്റാനും അറിയാം. പട്ടുമത്തെ മണിമാളികയാണ് ജീവിതം എന്ന് കരുതുന്ന നിങ്ങളൊരു വിഡ്ഢിയാണ്. IAS കാരനല്ലെങ്കിലും അഭിമാനത്തോടുകൂടി ജീവിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. നമുക്ക് എവിടെ പോകണ്ട, ഇവിടെ തന്നെ നിൽക്കാം. അവളുടെ സമ്മതമില്ലാതെ നീ അവളെ എവിടെയും കൊണ്ടുപോകില്ല. അത് തടുക്കാനുള്ള കഴിവൊക്കെ ഇപ്പൊ എനിക്കുണ്ട്. ഓ, അനുജത്ത് നിങ്ങളുടെ സ്വന്തം. എനിക്ക് യാതൊരു അവകാശമില്ലല്ലോ. പക്ഷെ എനിക്ക് അവകാശപ്പെട്ട ഒരു ജീവിതം ഈ വീട്ടിലുണ്ട്. അത് ഞാൻ കൊണ്ടുപോകും, ആരെതിർത്താലും ആര് തടഞ്ഞാലും. നിങ്ങളുടെ അനിയത്തെ കൊഞ്ചിച്ച് ഭ്രാന്തിയാക്കിയതുപോലെ എന്റെ കുഞ്ഞിനെ കൊഞ്ചിച്ച് ഭ്രാന്തിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ വിടില്ല. മതി, തൃപ്തിയായി. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. ഇനി ഞാൻ ആരെ ബുദ്ധിമുട്ടിക്കാൻ ഇങ്ങോട്ട് വരില്ല.
നിൽക്ക്, ഞാൻ പറയുന്ന കേക്ക്. ഐ എം സോറി. വേണു പ്ലീസ്. അമ്മ അവിടെ കരയാണ്. പ്ലീസ് കം ബാക്ക് വേണു, പ്ലീസ്. ഐ എം സോറി. ഞാൻ മാപ്പി ചോദിക്കാം, പോരെ? വേണു വണ്ടി. കൊന്നില്ലേ? എന്റെ അനിയനെ കൊന്നില്ലേ നന്ദേട്ടാ? എന്റെ വേണുവിനെ കൊന്നില്ലേ? സ്വന്തം അനിയത്തെ സ്നേഹിച്ച് എന്റെ അനിയനെ കൊന്നില്ലേ നന്ദേട്ടാ? ഒന്നും പറയണ്ട. ഇത്രയും വലിയ ശിക്ഷ കൊടുക്കാൻ എന്റെ വേണു എന്താ തെറ്റാ ചെയ്തത്? അമ്മു, പോകണ്ട മോളെ. തൃപ്തിയായില്ലേ? എല്ലാം നശിപ്പിച്ചപ്പോ സമാധാനായില്ലേ നിങ്ങൾക്ക്? മോളെ, ഞാനില്ല, ഞാൻ എങ്ങോട്ടുമില്ല. ഈ മുഖം എനിക്ക് കാണാൻ വേണ്ട. ഞാനൊന്നും ചെയ്തില്ല. ഞാനൊന്നും ചെയ്തില്ല. എന്താ എന്താ എന്താ? സാറ് ഈ വഴി വരുന്നുണ്ടെന്ന് അറിഞ്ഞു. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പുഴയിലൊരു സ്ത്രീയുടെ ബോഡി ഐഡന്റിഫൈ ചെയ്താല് കുട്ടിമാവ ചെന്ന് നോക്ക്. എനിക്ക് കാണാൻ വയ്യ അവളെ. ഒളിച്ചിരിക്കുന്ന മുഖമാണ് എന്റെ മനസ്സിൽ. മാറ എല്ലാരും എന്നെ ശപിക്കണേ. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ. ഒക്കെ ഒരു തെറ്റിദ്ധാരണ.
നന്ദൻ സ്വയം ശിക്ഷയും വിധിച്ചു. അതിന്റെ പേരിൽ എന്റെ മോളെ കരയാത്ത ദിവസം ഉണ്ടായിട്ടില്ല. നന്ദന്റെ അനിയത്തിയും. എന്റെ അമ്മു എവിടെ? ഞാൻ അവളെ എന്തെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടാവും അവള്. അത് നടത്തിക്കഴിഞ്ഞാൽ തിരിച്ചു വരും. നന്ദൻ ഇപ്പോഴും വാശിയിലായിരിക്കും. ഞാൻ കുറ്റം പറയില്ല. ഉപേക്ഷിച്ചു പോകൽ എളുപ്പമാണ് ആർക്കും. ഞാൻ ആരാ ഇതൊക്കെ പറയാൻ? എന്റെ ഗൗരി കണ്ണീര് കുടിച്ച് കഴിയുന്നത് കണ്ടപ്പോ നന്ദാ, അമ്മ എവിടെ ഉണ്ടെന്ന് മനസ്സിലായി നന്ദാ. സ്വാമി മാഷ് കണ്ടുന്ന്. രാമേശ്വരത്തുണ്ട്, ഞാൻ കണ്ടു. എന്നിട്ട് പറയാവുന്നിടത്തോളം പറഞ്ഞു നോക്കി, വരണില്ലാന്ന്. ശ്രീരാം ജയ ജയ രാം, ശ്രീരാം ജയ രാം ജയ ജയ, ഹരേ ശ്രീരാം ജയ ജയ രാം, ശ്രീരാം ജയ രാം ജയ ജയ. നീണ്ട 1 വർഷക്കാലം എങ്കിലും എനിക്കറിയായിരുന്നു ഏട്ടൻ വരുമെന്ന്, കൂടെ ഗൗരിയെടുത്തമ്മ ഉണ്ടാവുമെന്ന്. എന്റെ മനസ്സിൽ ആരോ പറഞ്ഞു. ആരുമല്ല, വേണോട്ടം തന്നെയാവും എന്റെ മനസ്സിലിരുന്ന് പറഞ്ഞത്. എന്തെന്നായാലും നന്ദേട്ടനെ ഉപേക്ഷിക്കില്ലെന്നും എനിക്കറിയായിരുന്നു. എന്നാലും മോളെ ആരോടും പറയാതിങ്ങനെ. ആരോട്? ഈ ഗൗരിയെടുത്തമ്മയോടോ? ഞാനും വരാന്ന് പറയും എടുത്തമ്മ. കൂടെ കുട്ടിയമ്മയും കൂട്ടാന്ന് പറയും. അപ്പോഴും ഏട്ടന്റെ അജ്ഞാതവാസം അവസാനിക്കില്ലല്ലോ. കുട്ടിമാമ ഒന്ന് പറഞ്ഞപ്പോ, നിന്നെ കാണാണ്ടായെന്ന് കേട്ടപ്പോ, വേണോട്ടിന് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വിവരദോഷം കൊണ്ടാവാം ജീവിച്ചിരുന്ന കാലം മുഴുവനും വേണോട്ടിനെ ഉപദ്രവിച്ചിട്ടുള്ളൂ ഞാൻ. എന്നിട്ടും വേണോട്ടിന് എന്നെ വരത്തില്ല, കൂടുതൽ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്തത്. ഇനി വേണോട്ടിന് വേണ്ടിയുള്ള അവസാന കർമ്മം കൂടി ചെയ്യണം. മോളെ കൊണ്ട് ചെയ്യിക്കണം. അതുകൂടെ കഴിഞ്ഞ സമാധാനമായി. ഇനി വേണ്ടതിന് വേണ്ടി അതൊന്നല്ലേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അന്നത്തെ സങ്കടം കൊണ്ട് ഞാൻ ഏട്ടനോട് എന്തൊക്കെയോ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ട്. തെറ്റാണ്, അല്ല തെറ്റുപോലല്ല, പാവമാണ്. ഏത് പാവത്തിനും ഒരു പരിഹാരം ഉണ്ടാവില്ല ഏട്ടാ. എന്റെ മോൾ ഒരു പാവവും ചെയ്തിട്ടില്ല. ഏട്ടൻ ഒരു വിഷമമില്ല, ഒരു വിഷമമില്ല. അമ്മ വാങ്ങോ, വന്ന് ഉക്കാറുങ്കോ. ഇനി ഈ മോളെ വളർത്തണം നമുക്ക്. എന്നെ വളർത്തിയ പോലെ തന്നെ നിറയെ സ്നേഹം കൊടുത്ത്. മമ ഗോത്രസ്യ ശിവഗോത്രസ്യ വേണുഗോപാലൻ അയം പിണ്ടസുധാ നമഃ ஜாயம் பலி நமஹ. இந்த அஸ்தி எடுத்துட்டு போய் மகாசமுத்திரத்துல கரைச்சிட்டு ஸ்நானம் பண்ணிட்டு வாங்கோ. வேணுகோபாலன் ஆத்மசாந்தி நமஹ, தாகசாந்தி நமஹ, தாகசாந்தி நமஹ. അമ്മോ, അധികം ദൂരത്തേക്ക് പോകണ്ട. ഞാൻ പഴയ അമ്മ അല്ല, ഏട്ടനൊട്ടും പേടിക്കണ്ട. മതി, അവിടെ വന്ന് അറിഞ്ഞോളൂ. അമ്മു മതി, അവിടെ നിൽക്ക്. നന്ദ, നന്ദ.